അപ്പം ഞാനിങ്ങനെ ഇപ്പോഴും തമാശയ്ക്ക് പറയും തിക്കൃഷാമൻ പേരിട്ടവരൊക്കെ രക്ഷപ്പെട്ടു. മോളിയിരുന്ന് മാൻ ഇപ്പോഴും പറയുന്നുണ്ടാവും ഒരുത്തം മാത്രം എഴുതി പിടിച്ചില്ലല്ലോ. അങ്ങനെയാണ് പ്രദീപ് വർമ്മ മനുവർമ്മയായത്. പിന്നെ 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 വോട്ടേഴ്സ് ലിസ്റ്റിലും എല്ലാം എന്നോട് ചോദിക്കാതെ തന്നെ ഇവർ മനുവർമ്മയാക്കി. പിന്നെ ഗസറ്റിൽ മാറ്റി. ആരെങ്കിലും പ്രദീപേന്ന് ഇപ്പൊ വിളിക്കാറുണ്ടോ? ഉണ്ട്, അമ്മയൊക്കെ പ്രദീപെന്ന് അങ്ങനെ തന്നെ വിളിക്കാറ്. അമ്മ മാത്രമല്ല ബിജുവും വിളിക്കുമ്പോൾ എന്നെ പ്രദീപെന്നേ വിളിക്കുള്ളൂ. തറവാട്ടിൽ ചെന്നാലും എല്ലാവരും പ്രദീപ് ചേട്ടാ എന്നേ വിളിക്കാറുള്ളൂ. അതെ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ചേട്ടന്റെ മോനൊക്കെ ആണെങ്കിലും പണ്ട് ചേട്ടനെക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണമെങ്കിലൊക്കെ ചെന്ന് സോപ്പിടുന്നത് പ്രകാശ് വർമ്മയാണ്, അനിയനെയാണ് എന്നൊക്കെയുള്ള സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് അങ്ങനെയാണോ, സത്യമാണോ അത്? പ്രകാശ് വർമ്മയുടെ പ്രകാശ് വർമ്മേനെ ഇങ്ങനെ സോപ്പിടാറുണ്ടെന്നൊക്കെ. അത് അവൻ ബാംഗ്ലൂരല്ലേ, പ്രകാശ് ബാംഗ്ലൂര് സെറ്റിലായിട്ട് കുറെ നാളായല്ലോ. അപ്പോൾ ഒന്നാമത് ഫുൾ ഫോറിൻ ടൂറും ഒക്കെയാണ്. അപ്പം എൻ്റെ അടുത്ത് പറയാതെ മോനൊക്കെ ചെന്ന് അവിടെ ചെന്ന് ആവശ്യപ്പെടും എന്തെങ്കിലും സാധനം വേണമെങ്കിൽ. അതൊക്കെ അതങ്ങ് ഇതാവും. ഞാൻ ഈ ക്യാരക്ടറിൻ്റെ ബേസിൽ മാത്രം ഒരു സീരിയലിലും ഒരു സിനിമയിലും അഭിനയിക്കാതെ, അതാണ് ഈ പറഞ്ഞത് നേരത്തെ, ഒരു സീരിയലിലും ഒരു സിനിമയിലും അഭിനയിക്കാതെ ഞാൻ 3 കോളേജിൻ്റെ ആർട്സ് ക്ലബിന് റെഡി ചെയ്തിട്ടുണ്ട്.